ന്യൂസ് മലയാളം ഇംപാക്ട്. വയനാട് തിരുനെല്ലിയിൽ ആദിവാസികളെ ഒഴിപ്പിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ആദിവാസികളെ ബലമായി ഒഴിപ്പിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വാസയോഗ്യമായ താമസ സ്ഥലം ഒരുക്കുന്നതുവരെ വനം വകുപ്പ് ഡോർമെറ്ററിയിൽ കുടുംബങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് ടി സിദ്ദിഖ് എം.എൽ.എയും പറഞ്ഞു. അടുത്തുള്ള ഒരു സ്ഥലം ആണ് ഏറ്റവും ഉചിതം എന്നുള്ളത് അവർ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. അതനുസരിച്ചാണ് ഇവിടെ ക്രമീകരിച്ചത്. ഈ നടപടി മന്ത്രിയോട് ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് മന്ത്രി പറഞ്ഞു. പിന്നെ താമസ സൗകര്യം ഒരുക്കണം എന്നുള്ളതും മന്ത്രിയോട് ഡിമാൻഡ് ചെയ്തു. ധാരണയിലെത്തിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും റേഞ്ച് ഓഫീസ് ഉപരോധ സമരം അവസാനിപ്പിച്ചു. വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, ന്യൂസ് മലയാളത്തിലൂടെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ ആദിവാസി കുടുംബങ്ങൾ ദുരിതത്തിലായതും അവരുടെ വാക്കുകളെല്ലാം നമ്മൾ കേട്ടതാണ്. ഇത്രയും ദിവസം പട്ടിണിയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതിലാണിപ്പോൾ മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മന്ത്രിയുടെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും ഫലം കാണുക? സ്വാതി, തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് 12:50 കൂടിയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. കാരണം ഈ വനാവകാശ നിയമം അനുസരിച്ച് പോലും ഭൂമിക്ക് അർഹമായ താമസ ഇടത്തിന് അർഹമായ ആദിവാസികളെയാണ് 16 വർഷം ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങളെയാണ് നിർദ്ദയം വനം വകുപ്പ് അവരുടെ കുടിലുകൾ പൊളിച്ചു നീക്കിക്കൊണ്ട് വഴിയാധാരമാക്കിയത്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. യാദൃശ്ചികമായാണ് നമ്മുടെ മുമ്പിൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതും ഉടൻ തന്നെ നമ്മളത് വാർത്ത പുറത്തുവിടുന്നതും. തുടർന്ന് സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു. വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു അടക്കം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നതിനെ തുടർന്ന് വനം വകുപ്പ് മന്ത്രിയുമായി ഉൾപ്പെടെ ബന്ധപ്പെടുന്നു. തുടർന്നാണ് വനം വകുപ്പിന്റെ മന്ത്രി സ്ഥലത്തില്ലായിരുന്നു അദ്ദേഹം. എന്തായാലും ആ രീതിയിൽ ഇത് വളരെ കൃത്യമായ മനുഷ്യത്വരഹിതമായ സമീപനമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് നേരിട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി വൈൽഡ് ലൈഫ് വാർഡനോട് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനും കർശനമായി ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകൾക്കെതിരെ, കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ വീടുകൾ പൊളിച്ച 3 ആദിവാസി കുടുംബങ്ങൾക്കും അവരുടെ വനം വകുപ്പിന്റെ ഡോർമെറ്ററിയിൽ വീട് പണി പൂർത്തിയാവുന്നതുവരെ താമസിക്കാനും അവരുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുവാനും ഉള്ള നിർദ്ദേശവും വനം വകുപ്പിന്റെ വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ളവരുടെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പിയും യൂത്ത് കോൺഗ്രസും ഒക്കെ വലിയ പ്രതിഷേധവുമായി റേഞ്ച് ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു. തുടർന്നുള്ള വൈകിട്ട് 6 മണിവരെ ഈ പ്രതിഷേധം തുടർന്നു. ചർച്ചയ്ക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള നിബന്ധനകൾക്ക് വിധേയമായി ഇപ്പോൾ ഈ കുടുംബങ്ങളെ താൽക്കാലികമായി ഡോർമെറ്ററിയിൽ പാർപ്പിക്കുക, അതിനുശേഷം ഈ വീട് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അങ്ങോട്ട് അവരുടെ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുക. ഇതിൽ ലക്ഷ്മിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് പാസ്സായിട്ടുണ്ട്, അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയായ ശേഷം അങ്ങോട്ട് മാറാമെന്ന് വനം വകുപ്പിനോട് പറഞ്ഞെങ്കിലും അതിന് ഇട നൽകാതെയാണ് വീടുകൾ പൊളിച്ചു മാറ്റിയത്. മറ്റ് 2 ആദിവാസി കുടുംബങ്ങൾക്കും വീടില്ല. അവർക്ക് താൽക്കാലികമായി വനം വകുപ്പ് തന്നെ ഷെഡ് നിർമ്മിച്ചു നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിലുണ്ടായ പ്രശ്നം ഇങ്ങനെ താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ കഴിഞ്ഞതിൽ വലിയ ആശ്വാസത്തിലാണ് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള നടപടി വലിയ പ്രതിഷേധങ്ങൾക്ക് വഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, വനാവകാശ നിയമം സംബന്ധിച്ചുള്ള ഇത്തരം വിഷയങ്ങളിലെ അവരുടെ ധാരണയില്ലായ്മയും ഇത്തരം പ്രശ്നങ്ങൾ വരും കാലങ്ങളിലും വല്ലാത്ത പ്രശ്നങ്ങൾ ആദിവാസി വിഭാഗത്തിനിടയിൽ ഉണ്ടാക്കും. അവർക്ക് വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. C.K. ജാനു ഉൾപ്പെടെയുള്ള ആദിവാസി പ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ടു. വനംവകുപ്പിനെതിരെ കേസെടുക്കണമെന്ന് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഈ വിഷയം ഇങ്ങനെ പരിഹരിച്ചു എന്നതിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്വാതി. ശരി രതീഷ് വാസുദേവൻ, എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് മലയാളം വാർത്തയിൽ. ആദിവാസി കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ താമസ സ്ഥലം ഒരുക്കുന്നതിന് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും.